ഒരു സംശയം. സംശയം എന്നും നല്ലതാണ്. ജനറൽ വെർബൽ അബ്യൂസ് നടത്തുന്ന പലർക്കുമുള്ള മറുപടികൾ ഹണിയുടെ ഇതിനകത്തൊക്കെ ഉണ്ട്. അത് ആരെങ്കിലും പറയണമെന്ന് ഞാനടക്കമുള്ള സ്ത്രീകൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. പെട്ടെന്ന് ചോദിക്കൂ. ആ ചോദ്യം തന്നെ അതിലൊരു സ്ത്രീ വിരുദ്ധത ഉണ്ടെന്ന് എനിക്കറിയാം. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? പക്ഷെ അതിൽ ഹണിയുടെ മറുപടി അതിനകത്ത് വേണം. ഈ പറയുന്ന വിമർശനം പറയുന്ന ആൾക്കാർ നന്നായിട്ട് അറിയായിരുന്നു ഈ ആദ്യം ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് ചോദിക്കാം. വച്ച് കെട്ടിയിട്ടാണ് പലയിടത്തും പോകുന്നത്, പിന്നെ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരോട് മുഖമടച്ച്. നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ പ്രായത്തിൽ ഉണ്ടാകാറുള്ള ഒരു തരം രോഗമാണിത്. മലയാളത്തിൽ ഇതിന് ഞരമ്പ് രോഗം എന്ന് പറയും. വെച്ച് കെട്ടിയാൽ എന്താണ് പ്രശ്നം? ഇനി ഞാൻ വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അത് ആരെയാണ് ബാധിക്കുന്നത്? ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നമാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ വ്യാകുല മാതാവേ, എവന്റെയൊക്കെ അസുഖം ഇതായിരുന്നല്ലേ? എനിക്കത് പോയില്ല കുഞ്ഞെ. എൻ്റെ ശരീരത്തിൽ ഞാൻ 100% പ്രൗഡായിട്ടുള്ള വ്യക്തിയാണ്. ഇനി എനിക്ക് വെച്ച് കെട്ടണം എന്ന് തോന്നിയാൽ വെച്ച് കെട്ടാനും എനിക്ക് അധികാരവും അവകാശവും ഉണ്ട്. അത് എൻ്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നത്, വേറെ ആരുടെയും ശരീരത്തിലല്ലല്ലോ ചെയ്യുന്നത്. കാലത്ത് എഴുന്നേറ്റ് ഓരോരുത്തർമാർ വരും. അമ്മ സുന്ദരിയാണ്, പെങ്ങള് ചരക്കാണ്, അച്ചാച്ചൻ അമ്മാമേനെ കൊണ്ടുപോകും. ഇതൊന്നും നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട വിഷയങ്ങളല്ല. ഇതൊക്കെ നമ്മൾ ഒന്ന് ഇരുന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൃത്തികേടുകളാണ്. എടാ എടാ, അമ്മയുടെ മുലപ്പാലിന് ഉപ്പ് നോക്കാൻ നടക്കുന്നു അലവലാദികള്. വൃത്തികേട് ഇതെങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യാം എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കും പലപ്പോഴും. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നത്? എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ഒരു കുറച്ചു കൂട്ടം ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന ചിന്താഗതികളാണ്. ഇങ്ങനെ നിങ്ങൾ കെട്ടിയൊരുങ്ങി നടന്നാൽ നിങ്ങളെ തെറി വിളിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത്. ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം.